ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. 2026 ആദ്യ സൂപ്പർ ഹിറ്റായി ചത്ത പച്ച മാറിയിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ ക്യാമിയോ റോൾ കൊണ്ട് തന്നെയാണ് ഈ സിനിമ ആദ്യം അതിസമ്പന്നമായത്. തുടക്കം തന്നെ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ വരാനുള്ള കാര്യം മമ്മൂട്ടിയുടെ പ്രസൻസ് തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, സിനിമയുടെ ആദ്യ ദിനം 3,70,00,000 രൂപ കേരളത്തിൽ നിന്ന് നേടിയപ്പോൾ രണ്ടാം ദിനം 2,18,00,000 രൂപയും മൂന്നാം ദിനം 2,28,00,000 രൂപയും നാലാം ദിനം 2,75,00,000 രൂപയും അഞ്ചാം ദിനം 1,77,00,000 രൂപയുമാണ് സിനിമ നേടിയത്. ഇന്നും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷനുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ ടോട്ടൽ 5 ദിനം കൊണ്ട് വേൾഡ് വൈഡായിട്ട് സിനിമ ഗംഭീര കളക്ഷനാണ് നേടിയിരിക്കുന്നത്. ഏകദേശം 28 കോടിയോളമാണ്. എന്താണേലും നല്ല ഒരു കളക്ഷൻ എന്ന് തന്നെ പറയാം. ഇവിടെ ഇന്ത്യ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് 14,61,00,000 രൂപയാണ്. ഓവർസീസിൽ നിന്ന് 13,90,00,000 രൂപയും സിനിമയ്ക്ക് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്നത്തോടുകൂടി സിനിമ 30 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ലോ ബഡ്ജറ്റ് ചിത്രമാണ് ഇതൊക്കെ. ഈ ഒരു സിനിമയ്ക്ക് ഒരു വമ്പൻ വിജയം നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഓൾറെഡി ഇതൊരു പ്രോഫിറ്റബിൾ മൂവി ആയിരിക്കുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും മികച്ച രീതിയിലുള്ള ഒരു സിനിമ എന്നുള്ള പേര് തന്നെ സിനിമയ്ക്ക് വന്നു. വെറൈറ്റി ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ്, അത് നല്ല ലെവലിലുള്ള എക്സിക്യൂഷൻ, അതുകൂടാതെ ഒരു സൂപ്പർ താരത്തിൻ്റെ സാന്നിധ്യം, അതായത് മമ്മൂട്ടിയുടെ സാന്നിധ്യം, ഇനീഷ്യൽ പുള്ളിന് വേണ്ട ആ ഒരു സംഗതി നന്നായി അവർ യൂട്ടിലൈസ് ചെയ്യുകയും ആ ഒരു സംഗതി വെച്ച് സിനിമ നല്ല ലെവലിൽ കയറുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് സിനിമ പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക് ക്വാളിറ്റി കൊണ്ടും അതേപോലെ മികച്ച പ്രകടനം, അതായത് താരങ്ങളുടെ എല്ലാവരുടെയും മികച്ച പ്രകടനവും ഡയറക്ഷനും എന്ന് വേണ്ട എല്ലാ രീതിയിലും ഒരു നല്ല ചിത്രം എന്നുള്ള, അതായത് ടോട്ടലി ഒരു ഗുഡ് വർക്ക് എന്നുള്ള ലെവലിലേക്ക് വന്നതുകൊണ്ട് തന്നെ പിന്നീട് സിനിമ കുതിച്ച് കയറുന്ന കാഴ്ചയാണ് വന്നത്. പലരും ഈ സിനിമയെക്കുറിച്ച് ഇന്ന് വീഴും നാളെ വീഴുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമ വേൾഡ് വൈഡായിട്ട് ഒരു 40-45 കോടി രൂപയ്ക്ക് അടുത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ആ റേഞ്ചിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഈ സിനിമ ഇതുവരെ കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒന്ന് കാണാം. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേ മീഡിയാസ്.